നമ്മളിന്ന് നോക്കുന്നത് 2024 നടന്ന മേട്രൺ ഗ്രേഡ് 1 മെയിൻ എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/2024. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആഫ്റ്റർ എ ലോങ് എൻക്വയറി they bought dash E from Chennai. After a long enquiry, they bought dash E from Chennai. Option A and option B A, option C the, option D no article. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എ ആണ്. EWE അത് തുടങ്ങുന്നത് വൊവൽ ലെറ്ററായ ഇയിലാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് യായിലാണ്. അതായത് ഈവ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എ എന്നുള്ള ആർട്ടിക്കിൾ വന്നത്. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് എ ഈവ് ഫ്രം ചെന്നൈ. 82ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ദ പ്രപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോബാക്സ്, സോ ഷീ വാസ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ടു അക്സെപ്റ്റ് ഇറ്റ്. The proposal had significant drawbacks, so she was angry dash my decision to accept it. Suitable preposition ചേർക്കാനാണ് ഓപ്ഷൻ എ ഓൺ, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി ബൈ, ഓപ്ഷൻ ഡി അറ്റ്. ആൻസർ വരുന്നത് അറ്റ് ആണ്. The proposal had significant drawbacks, so she was angry at my decision to accept it. ഇവിടെ ആംഗ്രി എന്ന വേർഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. ഇനി അറ്റ് പ്രിപ്പോസിഷനായി വരുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. ഗുഡ്, ബാഡ്, ക്വിക്ക്, ക്ലെവർ, വണ്ടർ, സർപ്രൈസ്ഡ്, എയിം, സ്മൈൽ, ജംപ്, ലാഫ്, ഷൗട്ട് എക്സെട്ര. ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെ കൂടെ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്വിക്ക് അറ്റ്, ക്ലവർ അറ്റ് എക്സെട്ര. ഇനി ഓൺ ഉപയോഗിക്കുന്നത് ഏതൊക്കെ വേർഡ്സിൻ്റെ കൂടെയാണെന്ന് നോക്കാം. ബേസ്ഡ്, കൺഗ്രാജുലേറ്റ്, ഫോക്കസ്, കോൺസെൻട്രേറ്റ്, അഡ്വൈസ്, ഡിറ്റർമിൻഡ്, ഇൻസിസ്റ്റ്, ഇമ്പോസ്ഡ്, ഡിപ്പെൻഡ്, ഡിസിഷൻ, റിലേ, സൈലൻറ്റ്, കമൻറ്റ്, ബ്ലെയിം എക്സെട്ര. ഇതുപോലെയുള്ള വേർഡ്സിൻ്റെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ബേസ്ഡ് ഓൺ, കൺഗ്രാജുലേറ്റ് ഓൺ, ഫോക്കസ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ എക്സെട്ര. ഇനി ഇൻ ഉപയോഗിക്കുന്നത് നോക്കാം. ഇൻക്രീസ്, പ്രോഗ്രസ്, ഇൻട്രസ്റ്റ്, ബിലീവ്, കോൺഫിഡൻസ്, എൻഗേജ്ഡ്, ഡിലിജൻറ്റ്, എക്സ്പീരിയൻസ്, പാർട്ടിസിപ്പേറ്റ്, കറക്റ്റ്, ഓണസ്റ്റ്, ഇൻവോൾവ് എക്സെട്ര. അതായത് ഇൻക്രീസ് ഇൻ, പ്രോഗ്രസ് ഇൻ, ഇൻട്രസ്റ്റ് ഇൻ, ബിലീവ് ഇൻ എക്സെട്ര. ഇനി ബൈ എന്ന പ്രപ്പോസിഷന് സന്ദർഭത്തിനനുസരിച്ച് പല അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് ഒരു കാര്യം എങ്ങനെ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ. ഉദാഹരണത്തിന് നമ്മളിപ്പം ബാങ്കിൽ പോവാണ്, അല്ലെങ്കിൽ സ്കൂളിൽ വരെ പോവാണ്. എങ്ങനെയാണ് നമ്മൾ പോയത്? ബൈ ബസ്, ബൈ കാർ, ബൈ സ്കൂട്ടർ എക്സെട്ര. അപ്പോൾ ഒരു കാര്യം എങ്ങനെ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ ബൈ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. ബൈ ബസ്, ബൈ കാർ, ബൈ സ്കൂട്ടർ എക്സെട്ര. അതുപോലെ ഒരു നിശ്ചിത സമയത്തിന് മുൻപായി, ഒരു കാര്യം നമ്മളൊരു നിശ്ചിത സമയത്തിന് മുമ്പായി തീർക്കും. അല്ലെ, ഇന്ന് 5 മണിക്ക് മുന്നേ തീർക്കും. ഒരു ജോലി ഇന്ന് 5 മണിക്ക് മുന്നേ തീർക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തീർക്കും. ബൈ 5 PM, ബൈ മൺഡേ എക്സെട്ര. അതുപോലെ അരികിൽ അല്ലെങ്കിൽ അടുത്ത്, ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കാൻ ബൈ ദ റിവർ, റിവറിൻ്റെ അടുത്ത്, ബൈ മീ, എൻ്റെ അടുത്ത്, അങ്ങനെ. പിന്നെ ഒരാളാൽ ചെയ്യപ്പെട്ടു എന്ന് കാണിക്കാൻ, അതായത് ഒരു പുസ്തകം റിട്ടൺ ബൈ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തത് ബൈ ഹിം, അവനാണ് ജോലി ചെയ്തത്. അങ്ങനെ ബൈ എന്ന പ്രപ്പോസിഷൻ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലാപ്പിഡറി, LAPIDARY. 84ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പബ്ലിക് പ്ലേസ്
ഫോർ വാക്കിംഗ്. എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് എന്നതിൻ്റെ വൺ വേർഡ്. ഓപ്ഷൻ എ പ്രൊമിനേഡ്, ഓപ്ഷൻ ബി ബൈവേ, ഓപ്ഷൻ സി അലി, ഓപ്ഷൻ ഡി മെയ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രൊമിനേഡ് ആണ്. എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്, പ്രൊമിനേഡ് എന്ന് വെച്ചാൽ നടപ്പാത. ഇനി ബൈവേ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാന റോഡിൽ നിന്നുള്ള ഒരു ചെറിയ ഇടവഴി. പ്രധാന റോഡിൽ നിന്നുള്ള ഒരു ചെറിയ ഇടവഴിയാണ് ബൈവേ. ഇനി അലി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴി. അലി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴി. ഇനി മെയ്സ് എന്ന് പറഞ്ഞാൽ കടന്നു പോകാൻ പ്രയാസമുള്ള രീതിയിൽ വളഞ്ഞ പുളഞ്ഞ വഴികളുള്ള ഒരു വ്യൂഹം. നമ്മൾ ചക്രവ്യൂഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കടന്നു പോകാൻ പ്രയാസമുള്ള രീതിയിൽ വളഞ്ഞു പുളഞ്ഞ വഴികളുള്ള ഒരു വ്യൂഹമാണ് മെയ്സ്. 85ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ സെഡ് ടു ഹിം സ്റ്റേ ഹിയർ അൻറ്റിൽ യുവർ ടേൺ കംസ്. റിപ്പോർട്ട് ദ ഗിവൺ സെന്റൻസ്. റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ്. ഷീ സെഡ് ടു ഹിം സ്റ്റേ ഹിയർ അൻറ്റിൽ യുവർ ടേൺ കംസ്. ഓപ്ഷൻ എ ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദെയർ അൻറ്റിൽ ഹെർ ടേൺ കെയിം. ഓപ്ഷൻ ബി ഷീ റിക്വസ്റ്റഡ് ഹിം ദാറ്റ് he should stay there until his turn came. Option C, she requested him to stay there until his turn came. Option D, she told him to stay there until his turn comes. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദെയർ അൻറ്റിൽ ഹിസ് ടേൺ കെയിം. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ? തന്നിരിക്കുന്ന സെന്റൻസ് ഒരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് എന്ന് വേണം. ഇനി ഇവിടെ നമുക്ക് ഷീ സെഡ് ടു ഹിം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം സെഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലെ സെന്റൻസും പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റണം. ഇനി നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നതൊരു റിക്വസ്റ്റ് ആണ്, അതായത് ഇതൊരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. ഒരു ഇംപെററ്റീവ് സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ 2+ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ സ്റ്റേ എന്നാണ് വെർബ് വന്നിരിക്കുന്നത്. അത് റിപ്പോർട്ട് സ്പീച്ചിൽ ടു സ്റ്റേ എന്ന് പറയണം. അപ്പം ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദെയർ അൻറ്റിൽ ഹിസ് ടേൺ കെയിം. ഇനി ഓപ്ഷൻ എയിൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? അവിടെ ഹെർ ടേൺ കെയിം എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ ഷീ സെഡ് ടു ഹിം ആണ്. അപ്പം ഹിസ് ടേൺ കെയിം എന്നാണ് വരേണ്ടത്. ഇനി ഓപ്ഷൻ ബിയിൽ ഷീ റിക്വസ്റ്റഡ് ഹിം ദാറ്റ് ഹീ ഷുഡ് സ്റ്റേ. അവിടെ അത്രേ അത് നീട്ടി പറയേണ്ട. ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ എന്നാണ് വരേണ്ടത്. അതുപോലെ ഓപ്ഷൻ ഡിയിൽ കംസ് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഡിഫിയൻസ്? ഡിഫിയൻസ് എന്ന വേർഡിന്റെ ആന്റോണിം. ഓപ്ഷൻ എ കോണ്ടുമസി, ഓപ്ഷൻ ബി സബ്മിഷൻ, ഓപ്ഷൻ സി ഇൻസോളൻസ്, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ്. ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ധിക്കാരം അല്ലെങ്കിൽ വെല്ലുവിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ ആന്റോണിം വരുന്നത് ഓപ്ഷൻ ബി സബ്മിഷൻ ആണ്. ഇനി ഓപ്ഷൻ എ കോണ്ടുമസി എന്ന് പറഞ്ഞാലും ഓപ്ഷൻ സി ഇൻസൊലൻസ് എന്ന് പറഞ്ഞാലും ധിക്കാരം എന്ന് തന്നെയാണ് അർത്ഥം. ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. അപ്പം ഡിഫിയൻസ് എന്ന വേർഡിന്റെ ആന്റോണിമാണ് സബ്മിഷൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് bloodshot eyes. A long night of traveling left me with bloodshot eyes. തന്നിരിക്കുന്ന സെന്റൻസിൽ ബ്ലഡ് ഷോട്ട് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ആഡ്വേർബ്, ഓപ്ഷൻ സി നൗൺ, ഓപ്ഷൻ ഡി വെർബ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. ഇവിടെ ബ്ലഡ് ഷോട്ട് എന്ന് പറയുന്നത് ഐസ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ബ്ലഡ് ഷോട്ട് ഐസ്. അപ്പോൾ അതൊരു അഡ്ജക്റ്റീവ് ആണ്. നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്
അഡ്ജക്റ്റീവ്. വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വർബ്. 89ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. Few people seem to understand these new regulations. Few people seem to understand these new regulations. Option A, do we. Option B, don't we. Option C, do they. Option D, don't they. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഡു ദേ ആണ്. ഇനി തന്നിരിക്കുന്ന സെന്റൻസിൽ ഫ്യൂ എന്ന വേർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. തന്നിരിക്കുന്ന സെന്റൻസിൽ ഫ്യൂ എന്ന വേർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന് ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന വെർബ് സീമാണ്, അത് പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ പീപ്പിൾ ആണ് സബ്ജക്റ്റ് വരുന്നത്, അപ്പം അതിൻ്റെ പ്ലൂറൽ ഉപയോഗിക്കണം. അപ്പം ഡു ആയിരിക്കും ടാഗിൽ വരുന്നത്. അതുപോലെ ഫ്യൂ പീപ്പിൾ എന്നുള്ള സബ്ജക്റ്റ് ദേ ആയിട്ട് മാറും. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഡു ദേ. 90ാമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. Everyone expected him to dash within a week and start succeeding. Option A, come around. Option B, come by. Option C, come about. Option D, come up. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കം അറൗണ്ട്. കം അറൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സ് മാറുക അല്ലെങ്കിൽ തിരികെ വരിക എന്നൊക്കെയാണ്. അതുപോലെ കം ബൈ എന്ന് പറഞ്ഞാൽ ടു ഗെയിൻ പൊസഷൻ, കൈവശപ്പെടുത്തുക. കം ബൈ ടു ഗെയിൻ പൊസഷൻ. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഒക്കർ, സംഭവിക്കുക. കം എബൌട്ട് ഒക്കർ. കം അപ്പ് മീൻസ് ടു മൂവ് ടുവേഴ്സ്, അടുത്ത് വരിക. കം അപ്പ് മീൻസ് ടു മൂവ് ടുവേഴ്സ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്. 92ാമത്തെ ചോദ്യം ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ലേത്? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിൻ്റെ സമാനമായ മലയാളം പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ എ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഓപ്ഷൻ ബി, കൈ നനയാതെ മീൻ പിടിക്കുക. ഓപ്ഷൻ സി, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓപ്ഷൻ ഡി, പരിചയം അവജ്ഞയ്ക്ക് കാരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റിന് സമാനമായ മലയാളം പഴഞ്ചൊല്ലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. 93ാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ, 2 കുതിരകളെ കെട്ടിയ വണ്ടിയിൽ 4 ഭടൻ കയറി വന്നു. ഓപ്ഷൻ ബി, 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. ഓപ്ഷൻ സി, 2 കുതിരകൾ കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. ഓപ്ഷൻ ഡി, 4 ഭടൻ 2 കുതിരകളെ കെട്ടിയ വണ്ടിയിൽ കയറി വന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. കുതിര കെട്ടിയ എന്നുള്ളത് ഒരു ഒറ്റപ്പദമായിട്ട് എടുത്താൽ ഈ സെന്റൻസ് ആണ് ശരി. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ, 2 കുതിരകളെ കെട്ടിയ വണ്ടിയിൽ 4 ഭടൻ കയറി വന്നു. 4 ഭടൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, 4 ഭടന്മാർ എന്ന് വേണം. അതുപോലെ ഓപ്ഷൻ സിയിൽ 2 കുതിരകൾ കെട്ടിയ വണ്ടിയിൽ, അപ്പം കുതിരകൾ വണ്ടിയെ കെട്ടാറില്ല, കുതിരകളെയാണ് കെട്ടുന്നത്. അപ്പം 2 കുതിരകളെ എന്ന് പറയാം. ഇവിടെ 2 കുതിരകൾ കെട്ടിയാന്ന് വന്നതുകൊണ്ട് അത് തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡിയിൽ 4 ഭടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭടന്മാർ എന്ന് വേണം. 94ാമത്തെ ചോദ്യം മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? ഓപ്ഷൻ എ, മാങ്ങയുള്ള കറി. ഓപ്ഷൻ ബി, മാങ്ങയാൽ കറി. ഓപ്ഷൻ സി, മാങ്ങയുടെ കറി. ഓപ്ഷൻ ഡി, മാങ്ങയിൽ നിന്നുള്ള കറി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാങ്ങയാൽ കറി. 95ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ, പിട പൂവൻ. ഓപ്ഷൻ ബി, പിടി കൊമ്പൻ. ഓപ്ഷൻ സി, മഹതി മഹാൻ. ഓപ്ഷൻ ഡി, മാനി മാനൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മാനി മാനൻ. അത്
തെറ്റായിട്ടുള്ള ജോഡിയാണ്. മാനി എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ളവൻ എന്നാണ് അർത്ഥം. മാനി അഭിമാനമുള്ളവൻ. അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് മാനിനി എന്നാണ്. മാനി മാനിനി. അപ്പം മാനി മാനൻ എന്ന് പറഞ്ഞത് തെറ്റായ ജോഡിയാണ്. 96ാമത്തെ ചോദ്യം, ലാഭേച്ഛയോടെയുള്ള വിലപേശൽ, ഈ അർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ എ കുതിര കയറുക, ഓപ്ഷൻ ബി കുതിരക്കൊമ്പ്, ഓപ്ഷൻ സി കുതിര കച്ചവടം, ഓപ്ഷൻ ഡി കുതിര കണ്ണട. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കുതിര കച്ചവടം. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ എന്നർത്ഥം വരുന്ന ശൈലിയാണ് കുതിര കച്ചവടം. 97ാമത്തെ ചോദ്യം, കാട് എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ എ കാന്താരം, ഓപ്ഷൻ ബി കന്തരം, ഓപ്ഷൻ സി വിപിനം, ഓപ്ഷൻ ഡി അടവി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കന്തരം. കന്തരം എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. കന്തരം ഗുഹ. കാന്താരം, വിപിനം, അടവി എന്നൊക്കെ പറഞ്ഞാൽ കാടെന്ന് തന്നെയാണ് അർത്ഥം. 98ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ എ പ്രയാസം ആയാസം, ഓപ്ഷൻ ബി പ്രഭാതം പ്രദോഷം, ഓപ്ഷൻ സി അപേക്ഷ ഉപേക്ഷ, ഓപ്ഷൻ ഡി നിർജീവം സജീവം. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ പ്രയാസം ആയാസം. പ്രയാസം എന്നുള്ളതിൻ്റെ വിപരീത പദം ലളിതമെന്നാണ്. പ്രയാസം ലളിതം. അതുപോലെ ആയാസം അനായാസം. 99ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി യാദൃച്ഛികം. 100ാമത്തെ ചോദ്യം, നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നമ പ്ലസ് എ. നമ്മെ എന്ന പദം പിരിച്ചെഴുതിയാൽ നമ പ്ലസ് എ. അപ്പം നമ്മൾ ഇന്ന് 154/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ അനാലിസിസ്, ന്യൂ SCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ, ഇവയുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.